Assalamualaikum, welcome to delicious recipes at നമ്മളിന്ന് ചെയ്യുന്നത് നല്ലൊരു പൂരിയുടെ റെസിപ്പിയാണ്. അധികം എണ്ണ കുടിക്കാത്ത അതുപോലെ വൈകുന്നേരം ആയാലും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്ന നല്ലൊരു പൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള റവ എടുക്കുക. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, സാദാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിനായിട്ട് ഞാനിപ്പോൾ പ്രസ്സിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ പുരട്ടുന്നുണ്ട്. എണ്ണ പുരട്ടിയിട്ടാണ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. നമ്മുടെ റവ പൂരി നന്നായിട്ട് തന്നെ പൊള്ളി വന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ റവ കൊണ്ട് അധികം അങ്ങനെ ആർക്കും അറിയില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.